നമസ്കാരം. ചരിത്രജാലകത്തിലേക്ക് സ്വാഗതം. US തെരഞ്ഞെടുപ്പ് ഫലം അനുസരിച്ച് ട്രംപിനൊപ്പം അധികാരസ്ഥാനത്തേക്ക് എത്തുന്നവരിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുമ്പോൾ പ്രധാനമായും മറ്റൊരു ഇന്ത്യൻ വംശജനിലേക്കും കണ്ണുപോകുകയാണ്. ഗുജറാത്തി വേരുകളോടെ അമേരിക്കയിൽ ജനിച്ചു വളർന്ന കശ്യപ് ആണ് അത്. ട്രംപിന്റെ വിശ്വസ്തനാണ് കശ്യപ്. ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യൻ വംശജരുടെ മകനായ കശ്യപ് ഒന്നാം ട്രംപ് ഭരണകൂടത്തിൽ തീവ്രവാദ വിരുദ്ധ സേനയുടെ ഡെപ്യൂട്ടിയായി സേവനമനുഷ്ഠിച്ച പട്ടേൽ ഐസിസിനും അൽഖ്വയ്ദയ്ക്കും എതിരെയുള്ള അന്താരാഷ്ട്ര ഓപ്പറേഷനുകൾക്ക് ചുക്കാൻ പിടിച്ച വ്യക്തിയാണ്. അമേരിക്കയുടെ അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ ഏജൻസിയായ CIA തലപ്പത്ത് ഒരു ഇന്ത്യൻ വംശജൻ എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന സൂചനകൾ. അമേരിക്കയിലെ സിവിലിയൻ രഹസ്യാന്വേഷണ വിഭാഗമാണ് CIA എന്ന സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഉണ്ടായിരുന്ന OSS ഓഫീസ് ഓഫ് സ്ട്രാറ്റജിക് സർവീസസ് പിരിച്ചുവിട്ടതിനെ തുടർന്ന് 1946 അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ രൂപം നൽകിയ സംഘടന. നയരൂപവൽക്കരണം നടത്തുന്നതിന് സഹായകമായി വിദേശ ഗവൺമെന്റുകൾ, കോർപ്പറേഷനുകൾ, വ്യക്തികൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് അതിനെ അപഗ്രഥിച്ച് ഗവൺമെന്റിനെ ഉപദേശിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ധർമ്മം. അമേരിക്കൻ പ്രസിഡന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് പ്രസിഡന്റിനെ കൂടാതെ US കോൺഗ്രസ് കമ്മിറ്റികളോട് മാത്രമേ വിധേയത്വം പുലർത്തേണ്ടതുള്ളൂ. 2004 വരെ അമേരിക്കയിലെ ഗവൺമെന്റിന്റെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയായിരുന്നു. 2004 ഇന്റലിജൻസ് റിഫോം ആൻഡ് ടെററിസം പ്രിവെൻഷൻ ആക്ട് നിലവിൽ വന്നതോടെ ഗവൺമെന്റിന്റെയും ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിയുടെയും ചില ധർമ്മങ്ങൾ ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് ഏറ്റെടുത്തു. ഇന്റലിജൻസ് സൈക്കിളിന്റെ നിയന്ത്രണവും നിർവഹണവും 16 ഇന്റലിജൻസ് കമ്മ്യൂണിറ്റി ഏജൻസികളുടെയും പൊതു അഭിപ്രായങ്ങളുടെ ഏകീകൃത റിപ്പോർട്ടിംഗ്, പ്രസിഡന്റിനുള്ള ബ്രീഫ് തയ്യാറാക്കൽ എന്നിവയെല്ലാം CNAയുടെ ചുമതലയിലാണ്. NRO നാഷണൽ റിക്കസൻസ് ഓഫീസിന്റെ പര്യവേഷണ ഉപഗ്രഹങ്ങളും സിഗ്നലുകൾ തടസ്സപ്പെടുത്തുവാനുള്ള സംവിധാനങ്ങളും അമേരിക്കൻ സൈന്യത്തിന്റെ വിമാനങ്ങളുമെല്ലാം CIA ആണ് ഉപയോഗിക്കുന്നത്. ഡയറക്ടർ ഓഫ് സെൻട്രൽ ഇന്റലിജൻസ് ആണ് CIAയുടെ തലവൻ. ഇദ്ദേഹമാണ് അമേരിക്കയിലെ വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ തലവനും. ഇക്കാര്യത്തിലെ പ്രസിഡന്റിന്റെ മുഖ്യ ഉപദേഷ്ടാവും ഇദ്ദേഹമാണ്. വെർജീനിയയിലെ ഫെയർഫാക്സ് കൗണ്ടിയിലാണ് CIAയുടെ ആസ്ഥാനം. ഇപ്പോൾ CIA തലപ്പത്തേക്ക് വരാൻ പോകുന്ന കശ്യപ് പട്ടേൽ ICS തലവൻ അബൂബക്കർ അൽ ബഗ്വാദിയെയും അൽഖ്വയ്ദ കമാൻഡർ കാസിം അൽ റിമിയെയും വധിച്ച പദ്ധതികൾക്ക് രൂപം നൽകിയ ആളാണ്. CIA തലവനായി കശ്യപ് പട്ടേലിനെയാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് എങ്കിലും വൈറ്റ് ഹൌസിലെ നിയമവിഭാഗമായ സെനറ്റിന്റെ അംഗീകാരം കൂടി ഇതിനാവശ്യമാണ്. സെനറ്റിലും വൻ വിജയം കരസ്ഥമാക്കിയതോടെ അവിടെയും റിപ്പബ്ലിക്കന്മാർക്കാണ് ആധിപത്യമുള്ളത്. പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന് വേണ്ടി എന്തും ചെയ്യുന്ന മനുഷ്യനെന്നാണ് കശ്യപ് അറിയപ്പെടുന്നത്. ട്രംപ് പ്രസിഡന്റായ ആദ്യ ടേമിൽ അഭിഭാഷകനായ കശ്യപ് പട്ടേലിനെ CIAയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായി നിയമിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഗുജറാത്തി വംശജരായ കശ്യപ് പട്ടേലിന്റെ മാതാപിതാക്കൾ കിഴക്കൻ ആഫ്രിക്കയിലാണ് വളർന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് 1970കളിൽ ഉഗാണ്ടയിൽ നിന്ന് US കുടിയേറുകയായിരുന്നു. 1980 ന്യൂയോർക്കിലെ ഗാർഡൻ സിറ്റിയിലാണ് പട്ടേൽ ജനിച്ചു വളർന്നത്. നാഷണൽ ഇന്റലിജൻസ് ആക്ടിംഗ് ഡയറക്ടറുടെ മുതിർന്ന ഉപദേശകനായും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രതിരോധ സെക്രട്ടറിയുടെ ചീഫ് ഓഫ് സ്റ്റാഫായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. UK യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ ഫാക്കൽറ്റി ഓഫ് ലോസിൽ നിന്ന് ഇന്റർനാഷണൽ ലോയിൽ ബിരുദം നേടിയ അദ്ദേഹം പട്ടേൽ റിച്ച്മണ്ട് സർവകലാശാലയിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു പബ്ലിക് ഡിഫൻഡറായി തന്റെ കരിയർ ആരംഭിച്ച അദ്ദേഹം കൊലപാതകം, മയക്കുമരുന്ന് കടത്ത്, സംസ്ഥാന ഫെഡറൽ കോടതികളിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സങ്കീർണമായ നിരവധി കേസുകളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. യാഥാർത്ഥ്യവുമായി അടുത്ത ബന്ധമുള്ള കൂടുതൽ കഥകളുമായി അടുത്ത എപ്പിസോഡിൽ.